MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പ് ലീഗ് കിരീടം ടോട്ടനം സ്വന്തമാക്കി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ആണ് യൂറോപ്പ് ലീഗ് കിരീടം ടോട്ടനം സ്വന്തമാക്കിയത്. ടോട്ടനം ഹോട്ട്സ്പർ 2024-25 UEFA യൂറോപ്പ് ലീഗ് ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അരനൂറ്റാണ്ടിലേറെയായി കാത്തിരുന്ന തങ്ങളുടെ ആദ്യ യൂറോപ്യൻ കിരീടം ഉയർത്തിയിട്ടുണ്ട് ടോട്ടനം ഹോട്ട്സ്പർ. ടോട്ടനാമിന് വേണ്ടി വിജയ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് 42-ാം മിനിറ്റിലെ ജോൺസൺ ആയിരുന്നു. അങ്ങനെയാണ് അവർ ഇന്ന് വിജയത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ടോട്ടനാം പ്രതിരോധത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇത് യൂണൈറ്റഡിന് കൂടുതൽ പന്ത് കൈവശം വെക്കാൻ അവസരം ലഭിച്ചു. ചില അവസരങ്ങൾ യൂണൈറ്റഡിന് ലഭിച്ചെങ്കിലും ടോട്ടനാം ശക്തമായി തന്നെ പ്രതിരോധിച്ചു. ആദ്യ പകുതിക്ക് തൊട്ട് മുമ്പ് പോപ്പ് സാറിന്റെ ഇടതുവശത്ത് നിന്നുള്ള ക്രോസ് ആൻഡ്രെ ഒനാനയെ മറികടന്ന് വലയിലേക്ക് തിരിച്ചുവിട്ടു. ടോട്ടനാമിന് അങ്ങനെ ലീഡ് 1-ആയി. അങ്ങനെയാണ് ഇന്ന് ടോട്ടനാം വിജയത്തിലേക്ക് വന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് രണ്ടാം പകുതിയിൽ കളിയിൽ ഉണർവ് കൊണ്ടുവരാൻ ഗർണച്ചോ, സെർക്കിസി, ബോബി മൈനു എന്നിവരെ കളത്തിലിറക്കി. അവർ കഠിനമായി പരിശ്രമിച്ചു. എന്നിരുന്നാലും ഇന്ന് അവർക്ക് റിസൾട്ട് കാണാൻ ഇന്ന് സാധിച്ചില്ല. ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പലതവണ നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും അവർക്ക് ഇന്ന് ഗോളുകൾ കണ്ടെത്താൻ ഇന്ന് അവർക്ക് കഴിഞ്ഞില്ല. കസമീരയ്ക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചിരുന്നു. അത് ടോട്ടനാമിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള വികാരിയോ തടഞ്ഞതും ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ടോട്ടനാമിന്റെ പരിശീലകനായിട്ടുള്ള എൻജെ പോസ്റ്റെകോഗ്ലുവിന്റെ തന്ത്രപരമായ സബ്സ്റ്റിറ്റ്യൂഷനുകളും അവസാന മിനിറ്റുകളിൽ 5 പേരുടെ പ്രതിരോധ നിരയിലേക്ക് മാറിയതും ഈ ലീഡ് അവർക്ക് നിലനിർത്താൻ സഹായിച്ചു. ഇത് ടോട്ടനാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചരിത്രപരമായ വിജയമാണ്. 1972-ലെ UEFA കപ്പിന് ശേഷം അവരുടെ രണ്ടാമത്തെ പ്രധാന യൂറോപ്യൻ ലീഗ് കിരീടമാണ് ഇത്. ഈ വിജയം അവർക്ക് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയും ഉറപ്പാക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.